ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം പുട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് കോൺഫ്ലേക്സ് വേണം. ഇതൊക്കെ നമ്മൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ മുന്തിരി ഇടുന്നുണ്ട്, ഉണക്കമുന്തിരി. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കാമോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമുള്ളതൊക്കെ. ഇനി പുട്ടുകുറ്റിയുടെ ഈ ഒരു ചില്ലിൽ നമ്മൾ ഫോയിൽ പേപ്പർ ഒന്ന് കവർ ചെയ്യാണ്, അത് ഉരുകി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പുട്ടിൻ്റെ കുറ്റിയിലിട്ടതിന് ശേഷം ഐസ്ക്രീം നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പം ഇത് കളർഫുള്ളായിട്ടുള്ള ഐസ്ക്രീം ആണ് ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തത്തിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഞാനിപ്പം അതും ഫില്ല് ചെയ്യാണ്. പിന്നെ വാനിലയുടെ ഒരു ഫ്ലേവർ ഉണ്ട്, അപ്പോൾ അതും കൂടിയിട്ടാണ് ലെയർ ചെയ്തിട്ട് ചെയ്യണത്. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചിട്ട് ചെയ്താലും മതി. പിന്നെ ഇടയിൽ നമ്മുടെ ആ ഒരു കോൺഫ്ലേക്സിൻ്റെ ആ മിക്സ് നമ്മൾ ചെയ്ത് വെച്ചതും വേണമെങ്കിൽ ചേർത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് അടച്ചിട്ട് ഇനി 1-2 മണിക്കൂർ വെക്കുക. അത് നമ്മുടെ ഫ്രീസറിൻ്റെ ആ തണുപ്പിനനുസരിച്ചിട്ട് സമയമെടുക്കും. പിന്നെ ഒരുപാട് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പം പുറത്തോട്ട് ഇങ്ങനെ തള്ളി എടുക്കുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് തണുപ്പിച്ചാൽ മതി. അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ കോൺഫ്ലേക്സും സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ബെഡ് പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതിലോട്ടാണ് നമ്മളിനി ഈ ഐസ്ക്രീമിനെ കിടത്താൻ പോണത്. അപ്പോൾ ഇത് ഞാനിത് എടുത്തിട്ടുണ്ട്. എടുത്ത ഉടനെ നമ്മൾക്കത് കുത്തി നോക്കുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെയാണ് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം പുട്ട് ഇങ്ങനെയും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മളൊരു സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇതിപ്പം ഇങ്ങനെയാണല്ലോ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണുന്നത്, അതുകൊണ്ട് സിറപ്പും കൂടെ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഐസ്ക്രീം പുട്ടെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീം പുട്ട് നമ്മൾ ഈ കോൺഫ്ലേക്സിൻ്റെ കൂടെ കഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഓർത്തു ഇത് എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ടൊരു ഡൗട്ടോട് കൂടെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ രണ്ടും കൂടെ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഐസ്ക്രീമുകൾ വേണമെന്നൊന്നുമില്ല, നമ്മൾക്ക് ഏത് കളറിലുള്ള ഒരു ഐസ്ക്രീം എടുത്താലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ പുട്ടുകുറ്റിയുടെ ഉള്ളിലിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു എന്താ, ഈ റെസ്റ്റോറൻറ്റുകാരൊക്കെ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്കും വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇല്ലെന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ഐസ്ക്രീമിൽ ഇങ്ങനെ കോൺഫ്ലേക്സ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടി ചെയ്തേക്കാൻ മറക്കരുത്. ബൈ.